PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, 10th പ്രിലിംസ്, VFA, ബെവ്കോ LD തുടങ്ങി എല്ലാ PSC പരീക്ഷകൾക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ചോദ്യോത്തരങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത് തെറ്റാണ്. 2. 1-3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1-3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഇതും തെറ്റായ പ്രസ്താവനയാണ്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഗാന്ധിജി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനമാണ് 2ാം വട്ടമേശ സമ്മേളനം. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം. രണ്ടാമത്തെ ചോദ്യം: ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 1. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. ഇത് ശരിയാണ്. ബർദോളി സത്യാഗ്രഹം ഒരു നിയമലംഘന പ്രസ്ഥാനമാണ്. 2. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു. ഇതും ശരിയാണ്. ബർദോളി സത്യാഗ്രഹം നടന്നത് ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു. 3. കർഷക സമരമായിരുന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. 4. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ബർദോളി സത്യാഗ്രഹം നടന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 4 മാത്രം. മൂന്നാമത്തെ ചോദ്യം: റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് സത്യപാൽ മാലിക്കും സൈഫുദ്ദീൻ കിച്ലുവും. സത്യപാൽ മാലിക്കും സൈഫുദ്ദീൻ കിച്ലുവുമാണ് റൗലറ്റ് പ്രക്ഷോഭത്തിൽ ബന്ധപ്പെട്ട വ്യക്തികൾ. അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി 1ഉം 4ഉം മാത്രം. നാലാമത്തെ ചോദ്യം: പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഗാന്ധിജിയും ക്രിസ് മിഷനുമാണ്. ഗാന്ധിജി ക്രിസ് മിഷൻ. അതായത് ക്രിസ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് പിൻ തീയതി വെച്ച ചെക്ക് എന്നാണ്. അപ്പോൾ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1 മാത്രം. ഓപ്ഷൻ എ 1 മാത്രം. അഞ്ചാമത്തെ ചോദ്യം: 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്? 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 3ഉം 4ഉം. നാനാ സാഹിബ് നേതൃത്വം കൊടുത്തത് കാൺപൂരിലാണ്. കാൺപൂർ. ഝാൻസി റാണി നേതൃത്വം കൊടുത്തത് ഝാൻസിയിൽ. ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വരുന്നത് ഡൽഹി. ഡൽഹിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ദാക്ഷായണി വേലായുധൻ. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം:
യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗമാണ് ഇന്ത്യൻ റെയിൽവേ. റെയിൽവേ ആണ് യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. 10ാമത്തെ ചോദ്യം. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തിയാണ് പി.ബി. സാവന്ത്. പി.ബി. സാവന്താണ് വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. 11ാമത്തെ ചോദ്യം. വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? 1. ദർശനമാല. ദർശനമാല വൈകുണ്ഠസ്വാമികളുടെ കൃതിയല്ല. ഈ ദർശനമാല രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. അതുപോലെ നവമഞ്ചേരി ആരാ രചിച്ചത്? നവമഞ്ചേരിയും രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഇതും വൈകുണ്ഠസ്വാമികളുടെ കൃതിയല്ല. ആദിഭാഷ രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. അരുൾ നൂൽ ആരാ രചിച്ചത്? അത് ശരിയായ പ്രസ്താവനയാണ്. വൈകുണ്ഠസ്വാമികളുടെ രചനയാണ് അരുൾ നൂൽ. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4 മാത്രം. ഓപ്ഷൻ സി 4 മാത്രം. 12ാമത്തെ ചോദ്യം. വേലുത്തമ്പി ദളവയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ്? വേലുത്തമ്പി ദളവയുമായി ചേരാത്ത പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? 1. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. ഇത് ശരിയാണ്. 2. മാത്യു തരകനെ സംരക്ഷിച്ചു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 3. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ചേരാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 2 മാത്രം. ഓപ്ഷൻ ഡി 2 മാത്രം. 13ാമത്തെ ചോദ്യം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരം വക. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരം വക എന്നിങ്ങനെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. ഓപ്ഷൻ സി 2 മാത്രം. 14ാമത്തെ ചോദ്യം. ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ. 15ാമത്തെ ചോദ്യം. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? 1. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. കാനിങ് പ്രഭുവിൻ്റെ തീരുമാനം അനുസരിച്ച്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 3. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. ഇത് ശരിയായ പ്രസ്താവനയാണ്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്. അപ്പോൾ ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. 16ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദിയാണ് പെരിയാറ്. പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. 17ാമത്തെ ചോദ്യം. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഖത്തർ. ഖത്തറിൽ വെച്ചാണ് 2022 ലോകകപ്പ് ഫുട്ബോൾ നടന്നത്. 18ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥിതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ. 19ാമത്തെ ചോദ്യം.
ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഉത്തരം വരുന്നത് ആസൂത്രണ കമ്മീഷന് പകരമായാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഉത്തരം വരുന്നത് ആസൂത്രണ കമ്മീഷൻ. 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ശില്പി എന്നറിയപ്പെടുന്നത് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. PC മഹലനോബിസ്. പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. 21ാമത്തെ ചോദ്യം. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് എന്താണ്? ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവം. 22ാമത്തെ ചോദ്യം. 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്താണ്? 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണമാണ് ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ് 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം. 23ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 24ാമത്തെ ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത് ആരാണ്? ഊർജിത് പട്ടേലാണ് 2016 24ാമത് ഗവർണറായി സ്ഥാനമേറ്റത്. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ RBI ഗവർണർ. അദ്ദേഹം എത്രാമത് ഗവർണറാണ്? 26ാമത് ഗവർണറായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റത്. 25ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഏതാണ്? ഇന്ത്യയിൽ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥയാണ് ഗ്രീഷ്മകാലം. ഗ്രീഷ്മകാലമാണ് ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. 26ാമത്തെ ചോദ്യം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയി തരംതിരിക്കാം. 3 ആയിട്ട് തരംതിരിക്കാം. അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം. 27ാമത്തെ ചോദ്യം. ആനമുടിയുടെ ഉയരം എത്രയാണ്? ആനമുടിയുടെ ഉയരമാണ് 2695 മീറ്റർ. 28ാമത്തെ ചോദ്യം. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് മറയൂരിലാണ്. മറയൂർ. 29ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ലയാണ് ഇടുക്കി. 30ാമത്തെ ചോദ്യം. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമറിലാണ്. ബാമർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.